ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്തനംമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നയനയും ആദർശവും മുത്തശ്ശനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയന മുത്തശ്ശനുള്ള ടാബ്ലറ്റ്സ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ എന്നും കഴിക്കുന്നതിൽ പതിവിൽ കൂടുതലായിട്ട് ടാബ്ലറ്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഇതേത് ടാബ്ലറ്റാണ്, ഇത് ഇത്ര നാളും കഴിച്ചിരുന്നില്ലല്ലോ മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആദർശ് പറയുന്നുണ്ട്, അത് പിന്നെ നമ്മൾ അന്ന് വയ്യാണ്ടായിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് തന്നതാണ് മുത്തശ്ശന്, അത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പം നയന അവൻ പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശന് ആ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ ആ മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ക്ഷീണം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ മരുന്ന് ഇതാണ്, ഇനിയിപ്പോൾ എന്തായാലും ഇതും കൂടി കൊടുക്കണം എന്നുള്ള കാര്യം പറയുകയാണ്. അങ്ങനെ ഗുളികയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആദർശം നയനയും കൂടിയിട്ട് നേരെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ നയന ആദർശിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നാളും മുത്തശ്ശന് കൊടുത്തിരുന്നപ്പോൾ ഇങ്ങനൊരു ഗുളിക ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ പറഞ്ഞത് വൈറ്റമിൻ്റെ ടാബ്ലറ്റ് ആണെന്നാണ്, പക്ഷെ അത് കണ്ടിട്ട് വൈറ്റമിൻ്റെ ടാബ്ലറ്റ് പോലെ ഒന്നല്ലല്ലോ തോന്നുന്നത്, എന്തോ വേറെ എന്തോ മരുന്ന് പോലെയാണല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, നീ എന്താ ഡോക്ടറിനെ പഠിച്ചിട്ടുണ്ടോ? ഡോക്ടർ മുത്തശ്ശന് ക്ഷീണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വൈറ്റമിൻ്റെ ടാബ്ലറ്റ് എഴുതിക്കുന്നു, അത് ഞാനത് എഴുതി തന്നതനുസരിച്ചിട്ട് കടയിൽ പോയി വാങ്ങിച്ചു, അതാണിത്. നീ എന്താ ഡോക്ടറിനെ പഠിക്കുകയാണോ, അല്ലെ മെഡിസിന് പഠിച്ചിട്ടുണ്ടോ? ഇതിൽ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടെന്ന് പറയാണ്. നീ ആ വിഷയം വിട്ടേ, ഇപ്പം മുത്തശ്ശൻ അത് കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കുക മാത്രം നീ ചെയ്താൽ മതി, അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ടെന്ന് ആദർശ് നയനയോട് പറയുകയാണ്. അതിനുശേഷം ആദർശ് പറയാണ്, ഇന്നേ വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയാനായിട്ട് പോവുകയാണെന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്ര വലിയ ബിൽഡപ്പിൻ്റെ ഒക്കെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുകൂടെയെന്ന്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യമാണ്, നിന്നോടാണ് ആദ്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിന്നോട് ഞാൻ താങ്ക്സ് പറയാൻ പോവുകയാണ്, ആദർശ് എന്നാൽ ഞാൻ നിന്നോട് താങ്ക്സ് പറയുന്നു എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നയന, ഇത് നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾക്ക് ചില നേരത്തെ തോന്നുമ്പം സോറി പറയും, നിങ്ങൾക്ക് തോന്നുമ്പോൾ ദേഷ്യപ്പെടും, നിങ്ങൾക്ക് തോന്നുമ്പോൾ സ്നേഹത്തിൽ പെരുമാറും, നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ എന്നോട് താങ്ക്സും പറയും. ഇതെന്താണ്? ഇതിനൊക്കെ ഒരു പ്രതിവിധിയേ ഉള്ളൂ. ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് ഒരു പഞ്ചായത്ത് പോലെ ഇത് മുഴുവൻ കേൾപ്പിച്ചിട്ട് എന്താണ് അവസാനത്തെ തീരുമാനമെന്ന് അറിയണമെന്ന് പറയാണ്. അപ്പം നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, ആരെപ്പോൾ ഇടനിലക്കാരനാക്കി നീ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? വേറെ ആരെ, മുത്തശ്ശനെ തന്നെയെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നത്, നീ ഒരു കാരണവശാലും മുത്തശ്ശനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്, ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ അടുത്ത് എനിക്ക് പെരുമാറാനും അടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരുന്നു, അതാണ്, അല്ലാണ്ട് ഇതൊന്നും പോയി നീ മുത്തശ്ശനോട് പോയി പറയാനൊന്നും നിൽക്കരുതെന്ന് പറയാണ്. ഇപ്പം എനിക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഉറക്കാണ്, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് വേഗം തന്നെ മുങ്ങാണ്. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടാണെന്ന്. അങ്ങനെ നയനയും പോയി കിടക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജലജയാണെന്നുണ്ടെങ്കിൽ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയം നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ കോഫി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവൾ വല്ലാതെ അഹങ്കരിച്ചൊക്കെ തുടങ്ങി. ഇവൾക്കൊരു കൊട്ടെടുക്കേണ്ട സമയമായെന്ന് വിചാരിച്ചിട്ട് നയന പോകുന്നത് കണ്ടിട്ട് അവൾക്കൊരു പണി കൊടുക്കാനായിട്ട് ജലജ വിളിക്കുകയാണ് അടുത്തേക്ക്. നീ ഇങ്ങോട്ടാണ് പോകുന്നത്, എനിക്കൊരു കോഫി ഇട്ടെന്ന്, എനിക്ക് നല്ല തലവേദന എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഞാനിപ്പോൾ വരാം, ഈ ഒരു കോഫി ചെറിയച്ഛനും ചെറിയമ്മയ്ക്കും കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് പറയണം. ഞാൻ നിന്നോട് കോഫി വേണമെന്നല്ലേ ആവശ്യപ്പെട്ടത്, ഈ കോഫി എനിക്ക് തരാനായിട്ട് പറയാണ് ജലജ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വേറെ കോഫി ഇട്ടുകൊണ്ട് തരാം, ഇത് അവർക്കുള്ളതാണ്, ചൂടോടെ കൊടുക്കട്ടെ എന്ന് പറയാണ്. നീയേ ഞാൻ പറയുന്നത് ആദ്യം കേൾക്ക്, എനിക്ക് ആദ്യം തായോ, അതിനുശേഷം ആറാണ്ടിരിക്കുക എന്തെങ്കിലുമായിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തോളൂ, എനിക്ക് തലവേദന എടുക്കുന്നത് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലേ അവർ ചോദിച്ചിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിനക്കിപ്പോൾ സാമർത്ഥ്യമല്ലാതെ കൂടുതലായിട്ടുണ്ട്, കാരണം നിൻ്റെ താളത്തിനൊത്ത് നിൻ്റെ ഭർത്താവ് തുള്ളുന്നുണ്ട്, അതേപോലെ ഇവിടെയുള്ള എല്ലാവരും നീ കൈക്കലെടുത്തിട്ടുണ്ട്, അപ്പോൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊന്നും തിരിച്ച് പറയില്ല എന്നുള്ളൊരു ധൈര്യമല്ലേ നിനക്ക്, നിന്നോട് ഞാനല്ലേ പറഞ്ഞത് എനിക്ക് പോയി കോഫി എടുത്തിട്ട് വായോ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്, ഇത് അവർക്കുള്ള ചായയാന്ന് പറഞ്ഞില്ലേ, കാപ്പിയാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ വന്നിട്ട് ഇട്ട് തരാം, അതുവരെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ തൊട്ടപ്പുറത്തായിട്ട് നവ്യ നിൽക്കുന്നുണ്ട്, നയനയുടെ വർത്താനമൊക്കെ കേട്ടിട്ട്. അപ്പം നയന പറയുന്നിട്ട് നവ്യ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്കുള്ള ചായ അല്ലെങ്കിൽ കോഫി ഞാൻ ഇട്ട് തരാമെന്ന് പറയുന്നുണ്ട്. നിന്നോട് ഞാൻ കോഫി ഒന്നും ഇടാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ നയനയോടെ പറഞ്ഞത്, ഇനി നീ ഇട്ടെന്ന കാപ്പി ഞാൻ കുടിക്കണോ, എനിക്കൊന്നും വേണ്ട നിൻ്റെ, ഞാൻ നയനയോടെ പറഞ്ഞു നീ പോയി എടുത്തോണ്ട് വരാൻ പറയുന്നുണ്ട്. അപ്പോൾ
പറയുകയാണ് നയന, നിങ്ങളുടെ മരുമോൾ നിങ്ങൾക്ക് ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ നിങ്ങൾ വരുന്നത്? ഞാൻ എന്തായാലും ഇത് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം മാത്രമേ വന്നിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാനായിട്ട് പറ്റുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുള്ളൂ. ഇതൊരു കൂട്ടുകുടുംബമാണ്, അപ്പോൾ എല്ലാവരുടെയും ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സഹകരണം ഇല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഒരു കൂട്ടുകുടുംബം മുന്നോട്ട് പോവുക എന്നും പറഞ്ഞ് നയന പറയുന്നുണ്ട്. ഞാനിത് എന്തായാലും ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് പറയുകയാണ്. ആ സമയം നവ്യാണെങ്കിൽ നമ്മുടെ നയനനെ പറ്റിയിട്ട് ജലജയുടെ കുറ്റം പറയുകയാണ്. കണ്ടോ, അമ്മയോട് ഇത്ര സാമർത്ഥ്യത്തിൽ അവൾ പറയാനായിട്ട് അവൾക്ക് എന്തോരം ധൈര്യം ഉണ്ടായി. അമ്മയ്ക്കുള്ള ചായ ഞാൻ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പം ജലജ പറയാണ് നവ്യയുടെ അടുത്ത്, നീ ഇട്ടുകൊണ്ടിരുന്ന ചായ ഞാൻ കുടിക്കുക, എനിക്കൊന്നും വേണ്ട നിൻ്റെ ചായ ഒന്നും. നിൻ്റെ ചായ വാങ്ങിച്ചു കുടിച്ചിട്ട് ഇനി നിൻ്റെയും കൂടി അടിമയാവാനാണോ? അതൊന്നും നടക്കില്ല. ഇനി അത് കുടിച്ചിട്ട് എൻ്റെ വയറ് കേടാവാനാണ്. നിനക്ക് വല്ല പാചകം ചെയ്യാനായിട്ട് അറിയോ? എനിക്ക് വേണ്ട നിൻ്റെ ചായ എന്നൊക്കെ പറയാണ്. അങ്ങനെ നയനയാണെന്നുണ്ടെങ്കിൽ ജലജയ്ക്ക് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൻ്റെ ആ ഒരു രംഗം അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡോ അല്ലെങ്കിൽ രംഗങ്ങളോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.